ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തക്കാളി രസം എങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ്. നമുക്കപ്പം വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ തയ്യാറാക്കുന്ന തക്കാളി രസത്തിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഉപ്പ്, കായപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്. പിന്നെ വേണ്ടത് കുറച്ച് ചുവന്ന ഉള്ളി പൊളിച്ചത്, കുറച്ച് വെളുത്തുള്ളി പൊളിച്ചത്, ഒരു കഷ്ണം ഇഞ്ചി. നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മളിതെല്ലാം ചതച്ച് തക്കാളി അരിഞ്ഞ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. നമ്മളൊരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുള്ള ചട്ടി നമുക്ക് ചൂടാക്കാം. നമുക്ക് ഇത്ര ഒരു പുളിയുടെ കൂടെ ആവശ്യമുണ്ട്. അത് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ട് കഴിഞ്ഞു. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന് നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊന്ന് നന്നായിട്ട് മാറി വരുന്നു. കുഴഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി നന്നായിട്ട് തിളച്ച് വരണം. അങ്ങനെ നമ്മുടെ തക്കാളി രസം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ തക്കാളി രസം ഇവിടെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനിത് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു 2-3 മിനിറ്റെങ്കിലും ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ രസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീട്ടിലുണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.